Hi, good morning. Welcome all of you to the next class of income tax. And today we are going to learn about how to value the medical facilities provided by employer to the employees. That is another type of perquisite. So for this purpose, we categorized the medical treatment into two: medical facilities provided in India and medical treatment provided outside India. First one, medical treatment in India. In this case, the following items or the following medical facilities provided in the following hospitals, that is exempted. So what are the hospitals? First one, the hospital owned or maintained by the employer. എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലിലാണ് എംപ്ലോയിക്ക് ട്രീറ്റ്മെൻറ്റ്, അതായത് എംപ്ലോയറുടെ സ്വന്തം പേരിലുള്ള ഹോസ്പിറ്റലിലാണ് എംപ്ലോയിക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുന്നതെങ്കിൽ അത് ആ പെർക്വിസിറ്റ് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഹോസ്പിറ്റൽസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണ് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ ദാറ്റ് ഈസ് ആൾസോ എക്സംപ്റ്റഡ്. നെക്സ്റ്റ് വൺ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് recommended by the government for the treatment of government employees. ചില സമയങ്ങളിൽ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യും, ഇന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ റെക്കമെൻഡേഷൻ നൽകും. അത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലും അത് എക്സംപ്റ്റഡ് ആണ്. സോ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, ദാറ്റ് ഈസ് ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്, ദാറ്റ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ്. നെക്സ്റ്റ് വൺ ഈസ് specified medical facility in a hospital approved by Chief Commissioner of Income Tax. ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ചില സ്പെസിഫൈഡ് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസിലേ അവൈലബിൾ ആവുള്ളൂ. ആ കേസിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ, അവർ അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെൻറ്റ് ടേക്കൺ ബൈ ദി എംപ്ലോയർ ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ and which is reimbursed by the employer, it is exempted up to 15,000. That is not available from 2019-2020. മുമ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും 15,000 രൂപ വരെ എക്സംഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ അത് 2019-2020 അസസ്മെൻറ്റ് ഇയർ തൊട്ട് അതില്ലാതാക്കി. ഇപ്പോൾ ആ 15,000 എക്സംഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി 2019-20 നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ എക്സംഷൻ ഇല്ല. മുമ്പത്തെ ഇയറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15,000 എക്സംഷൻ ഉണ്ടായിരുന്നു. ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ 20,000 രൂപയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി, അപ്പോൾ അതിൽ 20,000 രൂപ നമ്മളെ എംപ്ലോയർ നമുക്ക് തന്നു ആ ട്രീറ്റ്മെൻറ്റിന് ചിലവായത്. അങ്ങനെയാണെങ്കിൽ അത് 15,000 രൂപയ്ക്ക് ടാക്സ് ഇല്ല, ബാക്കി 5,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ മുഴുവനായിട്ട് 20,000-നും എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടത്തുന്നതിന് എംപ്ലോയർ കാശ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. സോ ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദി എംപ്ലോയർ ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അതുപോലെ തന്നെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ അടയ്ക്കാറുണ്ട്, ദാറ്റ് ഈസ് ആൾസോ എക്സംപ്റ്റഡ്. സോ വൺസ് അഗെയിൻ, ഹൗ ടു ട്രീറ്റ് ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതിൽ എക്സംഷൻ കിട്ടുന്നത് ഫസ്റ്റ് വൺ, നമ്മുടെ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ. ആൻഡ് സെക്കൻഡ് വൺ, ദ ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. ദെൻ ദ ഹോസ്പിറ്റൽസ് അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ആൻഡ് സംടൈംസ് ദ ഗവൺമെൻറ് റെക്കമെൻഡഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ സം ഹോസ്പിറ്റൽസ്. 2019-20 ഒഴികെയുള്ള മുമ്പത്തെ വർഷങ്ങളിലാണെങ്കിൽ 5,000 രൂപ വരെ ഏത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ എക്സംഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അടച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ളി എക്സംപ്റ്റഡ് ആണ് മെഡിക്കൽ ഫെസിലിറ്റീസിൻ്റെ വാല്യുവേഷനിൽ. ആൻഡ് സെക്കൻഡ് കാറ്റഗറി, ദാറ്റ് ഈസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതിലും ചില കാര്യങ്ങൾക്ക് ടാക്സ് ഇല്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് ടാക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ? അതിൽ ഫസ്റ്റ് വൺ, ദ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് by the following treatments to the employee or his family members outside India is also tax free perquisite. ഈ താഴെ പറയുന്ന ഐറ്റംസ് ടാക്സ് ഫ്രീ ആണ്. അതിൽ ഒന്നാമത്തത്, എക്സ്പെൻസസ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് പെർമിറ്റഡ് ബൈ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്യുന്ന എക്സ്റ്റെൻറ്റ് വരെയുള്ള എക്സ്പെൻസസ്. ഇപ്പോൾ ഒരാൾ വിദേശത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ്, അതിൽ റിസർവ് ബാങ്കിൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്യും ഇത്ര രൂപ വരെയുള്ള ചിലവുകൾ ഓക്കെയാണ്,
അപ്പോൾ അതുവരെയുള്ള തുക എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് വരെ. മറ്റൊന്ന്, expenses on stay abroad of the employee or any member of the family for medical treatment with one attendant who accompanies the patient to the extent permitted by RBI. അതുപോലെ തന്നെ വിദേശത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. സ്റ്റേ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ള ഒരു അറ്റൻഡൻറ്റും അവർക്ക് വരുന്ന സ്റ്റേക്ക് ചിലവാകുന്നത്, താമസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വരുന്ന ചിലവുകളും അതും RBI പറയുന്ന എക്സ്റ്റെൻറ്റ് വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒന്നാമത്തത് ട്രീറ്റ്മെൻറ്റിന് വിദേശത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്നത് എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ചിലവാകുന്നത് അത് RBI എക്സ്റ്റെൻഡ് ചെയ്യുന്ന തുക വരെ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ അവിടെ ചെന്നിട്ട് സ്റ്റേക്കും മറ്റുള്ള ചിലവുകളും വരും, അതിനും RBI പറയുന്ന എക്സ്റ്റൻഷൻ വരും. ആർക്കൊക്കെ? പേഷ്യൻറ്റിനും പേഷ്യൻറ്റിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന ഒരു വ്യക്തിക്കും. നെക്സ്റ്റ് വൺ, travel expenses of the patient and one attendant who accompanies the patient shall be tax free in the case of those employees whose gross total income does not exceed ₹2 lakh. അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോകണമെങ്കിൽ ഒരുപാട് യാത്രാ ചെലവ് വരുന്നുണ്ട്, ട്രാവൽ എക്സ്പെൻസസ്. അപ്പോൾ ട്രാവൽ എക്സ്പെൻസസിൻ്റെ കേസിൽ എംപ്ലോയിക്കും കൂടെ വരുന്ന അക്കമ്പനി ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന അറ്റൻഡൻറ്റിനും ആ എംപ്ലോയിയുടെ സാലറി 2 ലക്ഷത്തിൽ താഴെയാണ് ആ വ്യക്തിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്കിൽ ആ 2 ലക്ഷം രൂപ വരെ ഗ്രോസ് ടോട്ടൽ ഇൻകം അതിൽ താഴെയാണെങ്കിൽ അയാൾക്കും എക്സംഷൻ കിട്ടും. ഒന്നുകൂടി പറയാം. യാത്രയ്ക്ക് ചിലവാകുന്നത്, അതായത് പേഷ്യൻറ്റിനും പേഷ്യൻറ്റിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന വ്യക്തിക്കും ട്രാവലിംഗ് എക്സ്പെൻസസ് എങ്ങനെയാണെങ്കിൽ എക്സംഷൻ കിട്ടും? ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ. അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ വരുന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, താഴെ പറയുന്ന കേസസിൽ ടാക്സ് ഫ്രീ ആണ്. ഈ 3 കേസസിലാണ് ടാക്സ് ഫ്രീ. ഒന്ന്, RBI എക്സ്റ്റെൻഡ് പറയുന്ന വരെയുള്ള തുകയ്ക്കുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. സെക്കൻഡ് വൺ, പേഷ്യൻറ്റിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന വ്യക്തിക്കും വരുന്ന സ്റ്റേക്കും മറ്റുള്ള എക്സ്പെൻസസിന് വരുന്ന തുക, അതും RBI പറയുന്ന എക്സ്റ്റെൻഡ് വരെ. തേർഡ് വൺ, ട്രാവലിംഗ് എക്സ്പെൻസസ്, പേഷ്യൻറ്റിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന ആളുടെയും എങ്ങനെയാണെങ്കിൽ എംപ്ലോയിയുടെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലാഖിൽ താഴെയാണെങ്കിൽ അതും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കേസസിലാണ് എക്സംഷൻ കിട്ടുന്നത്. ബാക്കിയെല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി, ഇപ്പോൾ നമ്മൾ പെർക്യൂസിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടോ. പെർക്യൂസിറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലവൻസസ് ആൻഡ് ഹൗ ടു ട്രീറ്റ് PF പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പെർക്യൂസിറ്റ്സ്. 3 ടൈപ്സ് ഓഫ് പെർക്യൂസിറ്റ്സ്. ഇതിൽ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകും. പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വൺ, സാലറിയിൽ ലാസ്റ്റ് സെഷനാണ്. നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചെയ്ത സമയത്തും കുറച്ച് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് അസസിക്ക്. അതുപോലെ സാലറിക്ക് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഡീൽ അണ്ടർ സെക്ഷൻ 16. There are 3 deductions available to assessee under salary head. What are the deductions? There are 3 deductions, and the first one is standard deduction, that is under section 16 subsection 1. Standard deduction, that is 50,000 for the salary whichever is less. 50,000 രൂപയാണ് ഡിഡക്ഷൻ കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം വരെ 40,000 രൂപയാണ് ഡിഡക്ഷൻ. ഈ അസസ്മെൻറ്റ് ഇയർ തൊട്ടാണ് നമ്മൾ 2021 അസസ്മെൻറ്റ് ഇയർ തൊട്ട് 50,000 രൂപയാണ്. ഇൻ ദ ലാസ്റ്റ് ഇയർ ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് 40,000. ആൻഡ് സെക്കൻഡ് വൺ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സെക്ഷൻ 16 subsection 2. We know that the entertainment allowance exemption is allowable only to the government employees, and in the case of other employees it is fully taxable. So the entertainment allowance deduction allowable only to the government employees. അപ്പോൾ 3 amounts, അതിൽ ഏതാണോ ചെറുത് that can be deducted. And what are the 3 amounts? First amount is 5,000 per annum, 5,000 രൂപ. Second one is 20% or 1/5 of basic salary. എംപ്ലോയിയുടെ ബേസിക് മാത്രമാണ് കേട്ടോ, വേറൊരു സാലറി എടുക്കരുത്. ബേസിക് സാലറിയുടെ 20% അല്ലെങ്കിൽ 1/5. Then entertainment allowance actually received, whichever is less. ഇതിൽ ഏതാണോ ചെറുത് that can be deducted. And the third one is professional tax or employment tax, section 16 subsection 3.
പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദ ടാക്സ് ലെവീഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സാധാരണ ഇൻകം ടാക്സ് നമ്മൾ എവിടെയാണ് അടയ്ക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. പക്ഷേ ഓരോ വർഷവും ഓരോ എംപ്ലോയിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കണം. ദാറ്റ് ഈസ് പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. അപ്പോൾ ഞാനൊക്കെ ഇയർലി 2500 റുപ്പീസാണ് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടാക്സ് നമുക്ക് വീണ്ടും അടയ്ക്കേണ്ടാത്തതുകൊണ്ട് അത് കുറച്ചിട്ട് ബാക്കിയുള്ള തുകയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടച്ച് കഴിഞ്ഞതാണ്. സോ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ആൾസോ ഡിഡക്റ്റഡ്. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 and the second one is entertainment allowance, that is only for government employees, and the professional tax paid. ഇതാണ് സാലറിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ്. പ്രധാനമല്ല, ആകെ 3 ഡിഡക്ഷൻസേ ഉള്ളൂ. നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് ഏരിയ കഴിഞ്ഞു. ഇനി റിട്ടയർമെൻ്റ് ആണ് വരുന്നത്. റിട്ടയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ സാലറി കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ 3-4 ദിവസം ഇതിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് നമുക്ക് ചെയ്ത് നോക്കണം. ഇത് കംപ്ലീറ്റ് നല്ല ലെവലായതിനു ശേഷം നമുക്ക് റിട്ടയർമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും സാലറിയിലെ ഈ 3 ഏരിയാസ് പെർക്വിസിറ്റ്, അലവൻസസ്, PF എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.